വിഷുവിന് മാത്രം വിപണി ഒരുക്കുന്ന ഒരിടത്തേക്കാണ് തിരുവനന്തപുരത്ത് നമ്മൾ പോകുന്നത്. നഗരമധ്യത്തിലാണ് കേട്ടോ ഈ സ്ഥലം. വിഷുക്കണി ഒരുക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ എത്തിയാൽ കിട്ടും. തിരുവനന്തപുരം നഗരവാസികൾക്ക് കണിയൊരുക്കുവാനുള്ള നല്ല നാടൻ വിഭവങ്ങളുമായി കവടിയാർ മുതൽ വെള്ളയമ്പലം വരെയുള്ള രാജപാതയിൽ കച്ചവടക്കാരുടെ വൻ തിരക്കാണ്. ഇവിടെ നിന്ന് നല്ല നാടൻ കണിവിഭവങ്ങൾ ലഭിക്കും. നഗരം വിട്ട് നാട്ടിൻ പ്രദേശത്തുള്ളവരാണ് വിഷുക്കാലമാകുമ്പോൾ കവടിയാറിലെ രാജപാതയിൽ കച്ചവടത്തിനെത്തുന്നത്. നഗരത്തിന് സ്ഥിരപരിചിതമല്ലാത്ത കാഴ്ചവസ്തുക്കളെല്ലാം ഈ വിപണിയിലുണ്ട്. 10 രൂപയ്ക്ക് മുതൽ 500 രൂപയ്ക്ക് വരെ ഇവിടെ നിന്ന് കണിയൊരുക്കുവാനുള്ള സാധനങ്ങൾ ലഭിക്കും. തെക്കൻ കേരളത്തിൽ കണിയൊരുക്കാൻ കണിക്കൊന്ന പൂവിനും കണിവെള്ളരിക്കുമൊപ്പം ഒരുപാട് നാടൻ വിഭവങ്ങൾ കാണും. ഇതെല്ലാം ഈ രാജപാതയിൽ നിന്ന് കിട്ടും. ചേട്ടോ, കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം ഒരുവിധം നഷ്ടമില്ലാത്ത രീതിയിൽ, വലിയ തിരക്കില്ലെങ്കിലും ഒരുവിധം കച്ചവടം നടക്കണുണ്ട്. ഈ സീസൺ കച്ചവടക്കാരനാണോ, സ്ഥിരം ഇവിടെ ഉണ്ടോ? അല്ല, സീസൺ കച്ചവടമാണ്. ഈ വിഷുവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരും. പൈനാപ്പിൾ ഉണ്ട്, കല്ലൻ ചക്കയുണ്ട്, അയണിച്ചക്കയുണ്ട്, കണിമത്തയുണ്ട്, കണി വെള്ളരിക്കയുണ്ട്, കണി മാങ്ങയുണ്ട്. പിന്നെ കണിക്ക് വെക്കുന്ന പ്രത്യേക തരം ഒരു പുറത്തിച്ചക്ക, അത് പിഞ്ച് പുറത്തിച്ചക്കയാണ് നമ്മൾ കണിക്ക് വേണ്ടി വെക്കുന്നത്. ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. പിന്നെ റോഡ് സൈഡായതുകൊണ്ട് പൂവ് മാത്രമേ ഉള്ളൂ നമുക്കിപ്പം. റേറ്റൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മൾ പറിച്ചക്കാർക്ക് ഒരുപാട് പൈസ കുറച്ച് 250 രൂപ കൊടുക്കുന്നത്. കാഴ്ചയൊരുക്കുവാൻ വില കുറച്ച നല്ല നാടൻ കണി വിഭവങ്ങൾ ലഭിക്കുന്നതിനാൽ രാജപാതയിലെ ഈ താൽക്കാലിക വിപണിയിൽ ആവശ്യക്കാരും ഏറെയാണ്. വഴിയിൽ ഇങ്ങനെ പൂ വെച്ചേക്കുന്ന കണ്ടപ്പോൾ നാളെ വിഷു ആണല്ലോ, അപ്പോൾ പൂ എന്തായാലും മേടിക്കാൻ അങ്ങനെ ഇറങ്ങിയത്. കണിക്കൊന്ന പൂ കിട്ടി, അത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കിട്ടിയാണ്. നഗരത്തിലൊന്നും ഇതുപോലത്തെ സാധനം കിട്ടാറില്ല, കൂടുതലും വില്ലേജുകളിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരുമിച്ച് കിട്ടാൻ പറ്റിയ സ്ഥലം കവടിയാർ ഈ ലൊക്കേഷനിലാണ് കൂടുതലും കച്ചവടം നടക്കുന്നത് ഈ വിഷു സമയങ്ങളിൽ. വിഷുക്കാലമാകുമ്പോൾ ഈ നിരത്തുകൾ കൈയടക്കുന്ന ചെറുകിട കച്ചവടക്കാർക്ക് വിഷു ആഘോഷിക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണിത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.